ജീവിതത്തിൽ ഭയമില്ലാതിരിക്കുക എന്നുള്ളതാണ് ജീവിത വിജയത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. ഭയം അപ്രത്യക്ഷമാകുമ്പോഴാണ്, അഥവാ ഭയത്തിൽ നിന്ന് രക്ഷ നേടുമ്പോഴാണ് ജീവിതം സുന്ദരവും സുഖം നൽകുന്നതുമായി മാറുന്നത്. ഭയത്തോടുകൂടി എല്ലാറ്റിനെയും നോക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ പരാജയം മാത്രമാണ് ഉണ്ടാവുക. അതിന് പരിഹാരമായി ഏറ്റവും ഉത്തമമായിട്ടുള്ള നിരവധി മാർഗങ്ങൾ നമ്മുടെ ഭാരതീയ പുരാണങ്ങളിലുണ്ട്. ഉഗ്രമായ രൂപങ്ങളിൽ ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് ഈ ഭയത്തെ ഉച്ചാടനം ചെയ്യുന്ന ധ്യാനങ്ങളും സ്തുതികളും നിരവധിയാണ്. അത്തരത്തിലുള്ള അതിദിവ്യവും ഫലപ്രാപ്തി നൽകുന്നതുമായ ഒരു നരസിംഹസ്തുതിയാണ് ഈ അധ്യായത്തിൽ. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീ വിഷ്ണു പുരാണത്തിലെ പ്രഹ്ലാദകൃതമായ നരസിംഹസ്തുതിയാണ് ഇത്. ഓം നമ പരമാർത്ഥാർത്ഥ സ്ഥൂല സൂക്ഷ്മക്ഷരാക്ഷര വ്യക്താവ്യക്തകലാതീത സകലേശ നിരഞ്ജന. അല്ലയോ ഭഗവാനെ, അവിടുന്ന് പരമസത്യമായിരിക്കുന്നവനും സർവരാലും അർത്ഥിക്കപ്പെടുന്നവനും സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള ഭാവങ്ങളെ കൈക്കൊള്ളുന്നവനും വ്യക്തവും അവ്യക്തവുമായ സ്വരൂപത്തോടു കൂടിയവനും കാലത്തിനതീതനും സർവ്വതിൻ്റെയും അധിപതിയും നിരഞ്ജനനുമാണ്. ഇപ്രകാരമായിട്ടുള്ള ഭഗവാന് നമസ്കാരം. ഗുണാഞ്ജന ഗുണാകാര ദീർഗുണാത്മൻ ഗുണാന്വിത മൂർത്താമൂർത്ത മഹാമൂർത്തേ സൂക്ഷ്മമൂർത്തേ സ്ഫുടാക്ഷര. അല്ലയോ ഭഗവാൻ, അവിടുന്ന് ഗുണങ്ങളെ അനുരഞ്ജിപ്പിക്കുന്നവനും ഗുണമയനും ഗുണയുക്തനും എന്നാൽ ഗുണങ്ങളൊന്നുമില്ലാത്ത, അതായത് നിർഗുണനുമാണ്. അവിടുന്ന് മൂർത്തവും അമൂർത്തവുമായിട്ടുള്ള രൂപങ്ങളെ കൈക്കൊള്ളുന്നവനും മഹത്തായ സ്വരൂപത്തോടു കൂടിയിട്ടുള്ളവനും അത്യന്തം സൂക്ഷ്മമായിട്ടുള്ള സ്വരൂപത്തോടു കൂടിയിട്ടുള്ളവനും നാശഹീനനുമാണ്. ഇപ്രകാരമുള്ള അവിടേക്ക് നമസ്കാരം. കരാള സൗമ്യരൂപാത്മൻ വിദ്യാവിദ്യാമയാച്യുത സദസദ്രൂപ സദ്ഭാവ സദസദ്ഭാവഭാവന. ഭക്തന്മാർക്ക് അത്യധികം സൗമ്യമായ രൂപത്തിൽ ദർശനം നൽകുന്നവനും ദുഷ്ടന്മാർക്ക് ഭയത്തെ ഉളവാക്കുന്ന കരാളമായിട്ടുള്ള സ്വരൂപത്തോട്, ഉഗ്രമായിട്ടുള്ള സ്വരൂപത്തോട് കൂടിയവനും വിദ്യയും അവിദ്യയും സ്വരൂപമായിട്ടുള്ളവനും നാശഹീനനും സത്തും അസത്തുമായിരിക്കുന്ന രൂപങ്ങൾക്ക് ആശ്രയമായിട്ടുള്ളവനും സത്തായിരിക്കുന്ന സ്വരൂപത്തോടു കൂടിയവനും സദസദ്ഭാവ ഭാവനുമായിട്ടുള്ള അങ്ങേക്ക് നമസ്കാരം. നിത്യാനിത്യപ്രപഞ്ചാത്മൻ നിഷ്പ്രപഞ്ചാമലാശ്രിത ഏകാനേക നമസ്തുഭ്യം വാസുദേവാദികാരണ. നിത്യവും അനിത്യവുമായിരിക്കുന്ന പ്രപഞ്ചം സ്വരൂപമായിട്ടുള്ളവനും പ്രപഞ്ചത്തിനെല്ലാം അതീതനായിരിക്കുന്നവനും സജ്ജനങ്ങൾക്ക് ആശ്രയം നൽകുന്നവനും ഏകനാണെങ്കിലും അനേകം രൂപങ്ങളെ കൈക്കൊള്ളുന്നവനും സർവ്വതിൻ്റെയും ആദികാരണവുമായിരിക്കുന്ന അല്ലയോ വാസുദേവ, അവിടേക്ക് നമസ്കാരം. യ സ്ഥൂല സൂക്ഷ്മ പ്രകട പ്രകാശോ യസ്സർവഭൂതോ ന ച സർവഭൂതഃ വിശ്വം യതശ്ചേത വിശ്വഹേതോർ നമോസ്തു തസ്മൈ പുരുഷോത്തമായ. സ്ഥൂലവും സൂക്ഷ്മവുമായ സ്വരൂപങ്ങളെ കൈക്കൊണ്ട് പ്രകാശിക്കുന്നവനും സർവഭൂതങ്ങളും സ്വരൂപമായിട്ടുള്ളവനും എന്നാൽ ഭൂതങ്ങൾക്കെല്ലാം അതീതനായിരിക്കുന്നവനും വിശ്വം തന്നെ സ്വരൂപമായിട്ടുള്ളവനും വിശ്വത്തിൻ്റെ കാരണമായിരിക്കുന്നവനുമായ അല്ലയോ പുരുഷോത്തമ, അവിടേക്ക് നമസ്കാരം. വിഷ്ണുപുരാണത്തിലെ ഈ ചെറിയ പ്രഹ്ലാദസ്തുതി ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യുന്നതിനുള്ള ശക്തി നൽകുവാൻ പര്യാപ്തമായിട്ടുള്ള ഒന്നാണ്. ഉഗ്രമായിട്ടുള്ള നരസിംഹമൂർത്തിയുടെ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇത് ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ജപിക്കുകയാണെങ്കിൽ ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. ഗ്രഹദോഷങ്ങൾ, ആഭിചാരദോഷം എന്നിവ ഇല്ലാതാവുകയും കാരണമില്ലാതെ ഉണ്ടാകുന്ന ഭയത്തിൽ നിന്ന് രക്ഷ നേടുവാൻ സാധ്യമാവുകയും ചെയ്യും. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.